ആരോഗ്യ മേഖലയ്ക്ക് ആദ്യമായി അരിച്ച പുഴുവിന് ജന്മദിനാശംസകൾ എന്ന് മറ്റൊരു പ്രേക്ഷകൻ പറയുന്നു. എന്തായാലും വളരെ മോശമായ ഒരു സിസ്റ്റം പരാജയപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലോ വേണ്ടത്. അതാ കിട്ടിപ്പോയി, സർക്കാരിനെതിരെ അടിക്കാൻ ഒരു ആയുധം എന്ന മട്ടിൽ ഇറങ്ങിത്തിരിക്കുകയല്ല വേണ്ടത്. എന്താണ് അവിടുത്തെ പിഴവെന്താണ് എന്നത് കണ്ട് പരിശോധിച്ച് അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. സംഭവിക്കാം, ഇത്രയും അധികം രോഗികളൊക്കെ എത്തുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ 1, 2, 3 പിഴവുകളൊക്കെ സംഭവിക്കാം. ലക്ഷക്കണക്കിന് പേര് വരുന്നതിൽ അതൊരു മിനിമം എററാണ്. അതൊക്കെ വിദേശ രാജ്യത്തെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ കുറച്ച് എററുകൾ മാത്രമേ നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തിൽ ഉണ്ടാവുന്നുള്ളൂ. അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അത് ഏതാണ്ട് സംവിധാനത്തിൻ്റെ വലിയ പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ളത് മറ്റു ചിലരുടെ താല്പര്യമാണ്. അതെന്തായാലും നമ്മൾ അതിന് കുടപിടിക്കില്ല. സ്വകാര്യ നിക്ഷേപകരെയും സ്വകാര്യ ആശുപത്രി സംവിധാനത്തെയും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അത്തരം നീക്കത്തിൽ റിപ്പോർട്ടർ എന്തായാലും വന്നു പോവില്ല. ഇപ്പോഴും നമ്മളുടെ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടത് തന്നെയാണ്. നല്ല മികച്ച ഡോക്ടർമാർ അവിടെയുണ്ട്. കാര്യക്ഷമമായ സേവനവും അവരൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ചിലരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അത് മാറണം. അത് സ്വകാര്യ ആശുപത്രിയിലും മാറണം, പബ്ലിക് ആണെങ്കിലും മാറണം അല്ലേ? ഇത്രയും പേരെ പരിചരിക്കുന്നതല്ലേ. എന്നാലും കൗൺസിലിംഗ് കൊടുക്കാനുള്ള തീരുമാനം നന്നായി. ഞാൻ ആലോചിക്കായിരുന്നു, ബാബ കല്യാണി എന്നാണ് തോന്നുന്നു ഒരു സിനിമയിൽ മോഹൻലാൽ ഇതേപോലെ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അന്ന് ജഗതിക്ക് മോഹൻലാൽ പറയുന്നുണ്ട് അമ്മയുടെ മൊഴി എടുക്കണം എന്ന് പറയുമ്പോൾ ജഗതി പറയുന്നൊരു ഡയലോഗുണ്ട്. ജഗതി ചോദിക്കും തള്ളയിട് എന്ന് ചോദിക്കും. അപ്പോൾ മോഹൻലാൽ പറയും അങ്ങനെയല്ല, ഈ കുറച്ച് മാന്യമായിട്ടൊക്കെ സംസാരിക്കണു, അമ്മയെന്നൊക്കെ വിളിക്കും, കുറച്ച് പ്രായമുള്ള മനുഷ്യരല്ലേ എന്ന് പറയും. അപ്പോൾ ജഗതി അതിനുശേഷം നടത്തുന്ന ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. അമ്മേ എന്ന് വിളിച്ചിട്ട് മറ്റേ തള്ളയെന്ന് വിളിച്ച ജഗതി പിന്നീട് അമ്മേ എന്ന് വിളിക്കുന്നൊരു വിളിയുണ്ട്. അപ്പോൾ ഇനി അതേപോലെ ആകുമോ കൗൺസിലിങ്ങിന് ശേഷം നമ്മുടെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ എന്നുള്ളതാണ്. എന്തായാലും കാത്തിരുന്ന് കാണുക. അവരെയും ഒരു പരിധി കഴിഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരോട് കുറച്ചുകൂടിയൊക്കെ കരുണയോടുകൂടിയൊക്കെ അവർക്ക് പെരുമാറാം അല്ലേ?